ഓം ശാന്തി 12/7/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് പ്രഭുകുമാരനിൽ നിന്നും രാജകുമാരനാകണം. അതിനാൽ ഓർമ്മയുടെ യാത്രയിലൂടെ തന്റെ വികർമ്മങ്ങളെ ഭസ്മമാക്കൂ. ചോദ്യം: ഏതൊരു വിധിയിലൂടെ നിങ്ങളുടെ എല്ലാ ദുഃഖവും ഇല്ലാതാകും? ഉത്തരം: എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടി ബാബയുടെ ദൃഷ്ടിയുമായി ലയിപ്പിക്കുന്നത്, അതായത് ദൃഷ്ടി ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ ദുഃഖവും ഇല്ലാതാകും. എന്തുകൊണ്ടെന്നാൽ സ്വയത്തെ ആത്മാവ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ എല്ലാ പാപവും ഭസ്മമാകും. ഇതാണ് നിങ്ങളുടെ ഓർമ്മയുടെ യാത്ര. നിങ്ങൾ ദേഹത്തിന്റെ എല്ലാ ധർമ്മവും ഉപേക്ഷിച്ച് ബാബയെ ഓർമ്മിക്കൂ. അതിലൂടെ ആത്മാവ് സത്തോ പ്രധാനമാകും. നിങ്ങൾ സുഖധാമത്തിന്റെ അധികാരി ആകും. ഓം ശാന്തി. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. കർമ്മം, അകർമ്മം, വികർമ്മത്തിന്റെ ഗൂഹ്യഗതി ഏതൊന്നാണോ ബാബ മനസ്സിലാക്കി തന്നത്, അത് ബുദ്ധിയിൽ വെച്ച് പാപാത്മാക്കളുമായി ഇപ്പോൾ കൊടുക്കൽ വാങ്ങൽ ചെയ്യരുത്. 2. ശ്രീമതത്തിലൂടെ തന്റെ ബുദ്ധിയോഗം ഒരു ബാബയിൽ അർപ്പിക്കണം. സത്തോ പ്രധാനമാകുന്ന പുരുഷാർത്ഥം ചെയ്യണം. ദുഃഖധാമത്തെ സുഖധാമമാക്കുന്നതിന് വേണ്ടി പതീതത്തിൽ നിന്നും പാവനമാകുന്ന പുരുഷാർത്ഥം ചെയ്യണം. ക്രിമിനൽ ദൃഷ്ടി പരിവർത്തനം ചെയ്യണം. വരദാനം: നോളജ്ഫുള്ളായി സർവവ്യർത്ഥ ചോദ്യങ്ങളെയും യജ്ഞത്തിൽ സ്വാഹ ചെയ്യുന്ന നിർവിഘ്നരായി ഭവിക്കൂ. എപ്പോൾ ഏതെങ്കിലും വിഘ്നം വരുന്നോ അപ്പോൾ എന്തുകൊണ്ട് എന്ന അനേകം ചോദ്യങ്ങളിലേക്ക് പോകുന്നു. പ്രശ്നചിത്തരാകുക അർത്ഥം പരവശരാകുക. നോളജ്ഫുള്ളായി യജ്ഞത്തിൽ സർവവ്യർത്ഥ ചോദ്യങ്ങളെയും സ്വാഹ ചെയ്യൂ. എങ്കിൽ താങ്കളുടെയും സമയം ലാഭിക്കും, മറ്റുള്ളവരുടെയും സമയം ലാഭിക്കും. ഇതിലൂടെ സഹജമായി തന്നെ നിർവിഘ്നമായി തീരും. നിശ്ചയവും വിജയവും ജന്മസിദ്ധ അധികാരമാണ്. ഈ ലഹരിയിൽ കഴിയുകയാണെങ്കിൽ ഒരിക്കലും പരവശരാകില്ല. സ്ലോഗൻ: സദാ ഉത്സാഹത്തിൽ കഴിയുക, മറ്റുള്ളവർക്കും ഉത്സാഹം നൽകുക. ഇതാണ് താങ്കളുടെ കർത്തവ്യം. ഓം ശാന്തി. To watch Peace of Mind channel videos on YouTube, subscribe us on youtube.com/tvpeaceofmind. Just a click for a peaceful life.